കോഴിക്കോട് പുതുപ്പാടിയിൽ രോഗിയായ അമ്മയെ കൊലപ്പെടുത്തിയ ലഹരിക്കടിമയായ പ്രതി ആഷിഖിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഒന്ന്, ആ ഉമ്മയെ കൊന്ന കോഴിക്കോട് താമരശ്ശേരിയിലുള്ള ആഷിഖ് എന്നു പേരുള്ള ആ 24 വയസ്സുള്ള യുവാവിനെ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കാരണം അവൻ ഒരുപാട് മാനസികാസ്വാസ്ഥ്യങ്ങൾ പ്രകടിപ്പിച്ചതോടെ തുടർ അന്വേഷണമൊക്കെ വഴിമുട്ടി. ഇനി അവൻക്ക് റിമാൻഡിൽ നിന്ന് പോലീസ് കസ്റ്റഡിക്ക് വിട്ടുകിട്ടേണ്ടതുണ്ടായിരുന്നു, അതുപോലെ തെളിവെടുപ്പുണ്ടായിരുന്നു. ഇതൊക്കെ നിന്നു. ഇപ്പോൾ അവനെ ഈ കുതിരവട്ടത്തുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇനി അവിടുത്തെ ഡോക്ടറുടെ റിപ്പോർട്ട് പ്രകാരം മാത്രമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ. സംഗതി സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്ന ആളാണെങ്കിലും ഇനി അവനക്കുള്ളൊരു ശിക്ഷയോ അല്ലെങ്കിൽ അന്വേഷണമൊന്നും ഈ രീതിയിലാണെങ്കിൽ കാര്യമായിട്ട് മുന്നോട്ട് പോവില്ല. അതിൻ്റെ കാര്യങ്ങൾ പറയാനുണ്ട് ഇൻഷാ അല്ലാഹ്. അതിനോടൊപ്പം വളരെ ഞെട്ടിക്കുന്നൊരു വാർത്ത ഇന്ന് മാധ്യമങ്ങളിൽ കണ്ടത്, കോഴിക്കോട് നാദാപുരത്ത് നിന്ന് 22 വയസ്സുള്ള ഫാത്തിമ എന്ന് പേരുള്ള ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു 1.5 വർഷം മാത്രം ഉള്ള ഒരു യുവതി കൂടി സ്വയം ജീവനൊടുക്കിയൊരു വാർത്ത. എന്താണ് ഇങ്ങനെ നമ്മുടെ മക്കൾ ഈ രീതിയിലായാൽ ഇത്തരത്തിൽ മരണപ്പെടുന്ന ആളുകൾക്ക് കിട്ടുന്നൊരു മാധ്യമ കവറേജ് ആണോ? കുട്ടികൾ എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ പേഴ്സണൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ഇതുപോലെ മരണം തിരഞ്ഞെടുക്കാൻ കാരണമാകുമെന്ന് സംശയിക്കുകയാണ്. ഈ ഒരു കോഴിക്കോട് നാദാപുരത്തുള്ള മുഹമ്മദ് ഇർഫാൻ എന്നൊന്നാണ് ഇവരുടെ ഭർത്താവിൻ്റെ പേര്. 1.5 വർഷമായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇവർ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് വിരുന്ന് വന്നിട്ടതിന് ശേഷമാണ് കഴിഞ്ഞ ദിവസം ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ സ്വയം ജീവനൊടുക്കിയത്. ഈ ഫാത്തിമ എന്ന പേരുള്ള ഈ കുട്ടിക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടോ നമുക്ക് അറിഞ്ഞുകൂടാ. ഒരു പക്ഷേ ഈ ഒരു സമയത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കൊണ്ടോട്ടി ഭാഗത്ത് നിറം കുറഞ്ഞു എന്ന പേരിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മാനസിക പീഡനം ഏൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേറൊരു പെൺകുട്ടി, ഷഹാന അങ്ങനെ എന്തൊട്ടാണ് പേര്, ആ പെൺകുട്ടി ജീവനൊടുക്കിയത്. അവൻ്റെ ഭർത്താവ് അബ്ദുൽ വാഹിദിനെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ പോലീസ് പിടിച്ച് 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്യൊരു സംഭവമൊക്കെ ഉണ്ടായി. അതിൻ്റെ കോലാഹലങ്ങൾ കെട്ടടങ്ങുമ്പോഴേക്കാണ് ഈ ഫാത്തിമയുടെ മരണം കൂടി വരുന്നത്. നമ്മുടെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേറെ എന്തൊക്കെ പരിഹാര മാർഗങ്ങളുണ്ട്, അത് ആദ്യം തന്നെ ഇവരുടെ ചിന്തകൾക്ക് വരുന്നതാക്കണ്ട് സ്വയം ജീവനൊടുക്കിയിട്ട് ഇപ്പം നമ്മൾ കുറേ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കാണുമ്പോൾ അതിനൊക്കെ കൊടുക്കുന്നൊരു കവറേജ് കാണുമ്പോൾ കുട്ടികൾക്ക് തോന്നുകയാണ് ഞാൻ അവിടെ ഒരു ജേതാവാകും, ഇത്തരത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ എനിക്കെന്തോ വലിയ ജന്മം കിട്ടും. ഒന്നറിയാം, ഹബീബായ നബി ഏറ്റവും അധികം വിലക്കിയൊരു സംഭവമാണ്. ഹബീബായ നബി തമ്മിലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകുന്നൊരു വിഭാഗം ആളുകൾ മലമുകളിൽ കയറിയിട്ട് സ്വയം ജീവനെടുക്കുന്ന ആളുകൾ. അതായത് ആ കാലത്തെ ജീവനെടുക്കുന്ന കുറച്ച് മാതൃക പറഞ്ഞതാണ്. പിന്നെ മറ്റേ ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവുണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ വിഷം കൊടുത്തിട്ട് സ്വന്തം ജീവനെടുക്കുന്ന ആളുകൾക്ക് അവർക്ക് ദുനിയാവിൽ ആഖിറത്തിൽ ആ എന്ത് കാര്യം കൊണ്ടാണോ ചെയ്തതെങ്കിൽ അതേ ശിക്ഷ എന്താ പറയുക എന്നും ആ ശിക്ഷയായിരിക്കുമെന്ന് ഹബീബായ നബി നമ്മെ വളരെയധികം എന്താ പറയുക ഓർമ്മപ്പെടുത്തിയൊരു സംഭവമാണ്. പക്ഷെ എന്നിട്ടും ഈ മതബോധമില്ലാത്ത ആളുകൾ ഇതൊന്നും അറിയാതെ ഇതൊന്നും ശ്രദ്ധിക്കാതെ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അഭിമുഖീകരിക്കാതെ ഇങ്ങനെ ജീവനൊടുക്കുന്നത് കാണുമ്പോൾ വലിയ സങ്കടമാണ്. ഇപ്പോൾ സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. ആരെങ്കിലും എവിടെയെങ്കിലും ജീവനൊടുക്കി കഴിഞ്ഞാൽ അതിന് കാരണക്കാരായ ഒരാളെ പേരും പറഞ്ഞിട്ട് ആത്മഹത്യാ പ്രേരണ പറഞ്ഞ് പെട്ടെന്ന് കേസെടുക്കരുത്. കാരണം ഈ മരണപ്പെട്ട ഒരാളുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് അതിന് കാരണക്കാരായ ഒരാളെ പേരും പറഞ്ഞ് വലിയ കേസെടുക്കുമ്പോൾ അവിടെ ഒരു നീതികേടുണ്ട് എന്ന് സുപ്രീം കോടതി പോലും കഴിഞ്ഞ ദിവസം ഓർമ്മപ്പെടുത്തണ്ടായി. അപ്പോൾ ആരോടുള്ള പകപോക്കലിന് സ്വന്തം ജീവിതങ്ങൾ കളഞ്ഞാൽ മറ്റുള്ളവർക്ക് ഒരു പക്ഷേ കുറച്ച് ദിവസം റിമാൻഡിൽ കഴിയുണ്ടാവും. ജീവിതം പോയാൽ അത് അവനവൻ്റെ ജീവിതം പോയി. ഒന്നോർക്കുക, ഈ ഖബറിൽ കിടക്കുന്ന ഒരു വിശ്വാസം നമുക്കില്ലേ? ഇത് ഖബറിൽ നമ്മൾ പോകണമെന്നും നമുക്കൊരു മഹ്ശറയുണ്ടെന്നും ഒരു ആഖിറത്തിൽ വേറൊരു ലോകമുണ്ടെന്നൊക്കെ വിശ്വസിക്കുന്ന നമ്മൾ ഒരു കാരണവശാലും ഇത്തരം ഒരു മരണത്തെ തിരഞ്ഞെടുക്കരുത്. ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്ന് നമുക്ക് അറിഞ്ഞുകൊണ്ടോ, അള്ളാഹു ആലം. അത്രയും മാനസിക പ്രയാസം ഉണ്ടാകുന്ന ഒരു സമയത്തായിരിക്കാം അത് തിരഞ്ഞെടുക്കുന്നത്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഗഫൂറാണ്, റഹ്മാനാണ്, റഹീമാണ്. അതിലൊന്നും നമുക്ക് സംശയമില്ല. ഞാൻ ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്, നമുക്കൊരു പ്രയാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ഒരിക്കലും ഇത്തരം ഒരു വഴിയിലേക്കല്ല നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. മറിച്ച് ഇതിനെങ്ങനെ പ്രതിരോധിക്കണം, അതിനെങ്ങനെ മറികടക്കാം എന്ന രീതിയിലേക്കായിരിക്കണം. കാരണം ഇപ്പോൾ ഞാൻ 2 കാര്യം ശ്രദ്ധിച്ചു. ഒന്ന്, ഈ ഒരു ഫാത്തിമ എന്ന് പേരുള്ള ഈ കുട്ടിയുടെ മരണത്തിൻ്റെ വാർത്തയോടൊപ്പം ഇന്ന് തിരുവനന്തപുരത്ത് കഠിനംകുളത്ത് മറ്റൊരു ആതിര എന്ന് പേരുള്ള ഒരു യുവതി കൂടി മരിച്ചിരുന്നു. അപ്പോൾ ഈ മുസ്ലിം പെൺകുട്ടിയായ ഫാത്തിമ മരിച്ചതിന് താഴെയൊക്കെ മതം പറഞ്ഞിട്ട് പരിഹസിക്കുന്ന ഒരുപാട് കമൻസുകൾ കണ്ടു. ഇവളുടെ മതം ഒരു പ്രശ്നമാണ്, എന്തിനാണ് നേരത്തെ കല്യാണം കഴിപ്പിച്ച് വിട്ടത്, ഇങ്ങനെ ഇവളെ ചൊല്ലിയിട്ടുള്ള മതം പറഞ്ഞിട്ട് ഇസ്ലാമിനെ പരിഹസിക്കുന്ന വിമർശിക്കുന്ന ഒരുപാട് കമൻറ്റുകളുണ്ട്. പക്ഷേ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്ത് കഠിനംകുളത്ത് കഴിഞ്ഞ ദിവസം ഒരു വിവാഹം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞൊരു പെണ്ണാണ്. ആ പെണ്ണ് ഇൻസ്റ്റയിൽ ആരോടോ പ്രണയമായിട്ട് ആ ചങ്ങായി അവസാനം പറഞ്ഞ് ഈ ഭർത്താവിന് മക്കളൊക്കെ ഉപേക്ഷിച്ചിട്ട് വായോ എന്ന് പറഞ്ഞപ്പോൾ അത് ഈ പെണ്ണ് സമ്മതിച്ചില്ല.
ആ സമ്മതിക്കാത്തതിന് ആ മനുഷ്യൻ ഇവരുടെ വീടിനടുത്ത് തൊട്ടടുത്തൊരു വാടക വീടൊക്കെ എടുത്ത് താമസിച്ചിട്ട് അതിവിദഗ്ധമായിട്ട് ഈ പെണ്ണിനെ ആരും അറിയാതെ കൊന്നു കളഞ്ഞ് അവളുടെ സ്കൂട്ടി എടുത്തിട്ട് കടന്നു കളഞ്ഞൊരു സംഭവമാണ് കഠിനംകുളത്ത് തിരുവനന്തപുരത്ത് ഉണ്ടായത്. ആതിര എന്ന് പേരുള്ള ഒരു പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടത്. ഭർത്താവ് കുട്ടി വന്ന് നോക്കുമ്പോഴാണ് കഴുത്തറുത്ത് 2 കഷ്ണമായിട്ട് ഈ ഭാര്യ കിടക്കണേ. ഭർത്താവിനെ വഞ്ചിച്ച് റീൽസുമ്മ കളിച്ച് നടന്ന് ഇൻസ്റ്റയിൽ കൂടെ പ്രണയം ഉണ്ടാക്കി. ആ പ്രണയം ഉണ്ടാക്കിയ കാമുകനാണ് ഈ ജീവൻ എടുത്തത്. കാമുകനിക്ക് പിന്നെ ആവശ്യമുള്ളത് ഓളുടെ കിട്ടലാണ്. ഇവളിപ്പോൾ എന്തായാലും കുട്ടീനെ ഉപേക്ഷിച്ച് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് പോയുമില്ല. ഈ ഫോണിൽ കൂടെയുള്ള റിലേഷൻഷിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഒരിക്കൽ പോലും ആതിരയുടെ മതം പറഞ്ഞിട്ടോ ആതിരയുടെ സമുദായം പറഞ്ഞിട്ടോ ആരും ഒരു കമൻറ്റും ഇല്ല. എല്ലാവരും പറയണത് എന്തിനാണ് അവൾ ഇൻസ്റ്റ ഉപയോഗിച്ചത്, ആ രീതിയിലുള്ള ആ ഇൻസിഡൻറ്റിനെ മാത്രമാണ് ഫോക്കസ് ചെയ്യണത്. അപ്പോൾ ഒരു മുസ്ലിം പെൺകുട്ടി മരിക്കുമ്പോഴേക്കും അവളുടെ മതം ഒരു പ്രശ്നമാവുക, അല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിലെ ആളുകൾ ഭരിക്കുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഇഷ്യൂസ് മാത്രം വിഷയമാവുക. ഇതാണിപ്പോൾ നമ്മുടെ ലോകം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഫേസ് ചെയ്യുന്നത് അതിനെ നേരിടുക എന്നുള്ളതാണ്. അല്ലാതെ ഇത് എസ്കേപ്പിസം കാണിച്ചിട്ട് നമുക്കൊരു പ്രയോജനമില്ല. നമുക്കൊക്കെ ആഖിറത്തിൽ വിശ്വാസമുള്ള ആളുകളല്ലേ. നമ്മൾ ഇവിടുത്തെ ഒരു ജീവിതമല്ലല്ലോ നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ. ഇവിടെ നിന്ന് നമ്മളൊരു കൃഷിയല്ലേ. ഈ കൃഷി കഴിഞ്ഞ് നമുക്ക് കൊയ്തെടുക്കേണ്ട ഒരു സമയമാണ് ആഖിറത്തിൽ നമുക്ക് മറ്റൊരു ലോകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ചിന്തയിലും നമ്മുടെ പ്രവർത്തനത്തിലൊക്കെ അതിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ എന്ത് പ്രശ്നങ്ങളാണ് നമ്മുടെ മുൻപിൽ വരുന്നത്, കല്യാണം കഴിച്ച ഒരാൾക്കുള്ള പ്രശ്നങ്ങളാണെങ്കിൽ കല്യാണത്തിൽ നിന്ന് ഡിവോഴ്സ് ആയി പോയാൽ പോരെ. നമുക്ക് കല്യാണത്തിൻ്റെ മുന്നേ നമുക്ക് ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് ഒഴിവായാൽ അത് കിട്ടൂലേ. പിന്നെ എന്തെങ്കിലും സാമ്പത്തിക പ്രശ്നങ്ങളാണെങ്കിൽ അത് വീട്ടാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ലേ. വീട്ടാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കോടതിയിൽ പോയിട്ട് വീട്ടാൻ പറ്റാത്തതാണെന്ന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലില്ലെങ്കിൽ കോടതി നമ്മളെ പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. അപ്പോൾ എന്തിനും നമുക്ക് ഭൗതികമായിട്ട് സൊല്യൂഷനുണ്ട്, ആത്മീയമായിട്ട് സൊല്യൂഷനുണ്ട്. പക്ഷേ ഒരു കാരണവശാലും നമ്മുടെ മുന്നിലേക്ക് വരുന്നൊരു ഓപ്ഷൻ എന്താവരുത്, എന്നാൽ ശരി അങ്ങോട്ട് തീർത്ത് കളയാം, എൻ്റെ ലൈഫ് ഞാൻ തന്നെ തീർത്ത് കളയാം എന്താവരുത്. നമുക്കൊരു മരണം അല്ലാഹു നിശ്ചയിച്ചൊരു തീയതിയുണ്ട്. പക്ഷെ എന്തോ ഇത്തരം വാർത്തകൾ കാണുമ്പോൾ വല്ലാതെ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടമാവാണ്. ഇത്രയും നമ്മൾ പറഞ്ഞിട്ടും, അല്ലെങ്കിൽ ഓരോ കുടുംബത്തിലും ആളുകൾ അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങും അവർക്ക് വേണ്ടുന്ന എന്താ പറയുക മാനസികമായിട്ടുള്ള ഉല്ലാസങ്ങളൊക്കെ കൊടുത്തിട്ടും ഈ രീതിയിൽ സംഭവിക്കുമ്പോൾ ഏതൊരു വാപ്പാക്കും ഉമ്മാക്കും വലിയ സങ്കടം ഉണ്ടാവും. ഏതായാലും കോഴിക്കോട് നാദാപുരത്താണ് ഈ ഫിദ ഫാത്തിമ എന്ന പേരുള്ള ഈ കുട്ടിയുടെ മരണം നടന്നതാണ് മാധ്യമങ്ങൾ അറിയാൻ കഴിഞ്ഞത്. അള്ളാഹു ആ കുട്ടിക്ക്, മരണപ്പെട്ട ഫിദ ഫാത്തിമക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അത്രയും മാനസിക പ്രയാസം നേരിട്ടായിരിക്കും അങ്ങനെ ഒരു വഴി തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക. അള്ളാഹു പുറത്തു കൊടുക്കുന്നവനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ കൂട്ടത്തിൽ പറയേണ്ടുന്നത് ആ ഉമ്മാനെ കൊന്ന ആഷിഖെന്ന പേരുള്ള 24-കാരൻ ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. ഇത് നല്ല സുഖമാണ്. ഒരു മാനസിക രോഗി എന്നൊരു പട്ടം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആർക്കും എന്തും ചെയ്യാം. ആ നിലയിലാണ് ഇപ്പോഴത്തെ ആളുകൾ. ഇപ്പോൾ നമ്മൾ ആ ചേന്നമംഗലത്ത് ഒരു 3 പേരെ കൊന്നൊരു മനുഷ്യൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് യാതൊരു കുറ്റബോധമില്ല, എനിക്ക് കുറ്റബോധമില്ല, എനിക്കവരെ കൊല്ലേണ്ടവനാണ് എന്ന രീതിയിലുള്ളൊരു മാനസികാവസ്ഥയിലാണ്. പക്ഷെ ഓനെന്തായാലും മാനസിക രോഗിയായിട്ട് കണ്ടെത്തിയില്ല. മുമ്പൊരു ഡോക്ടർ വന്ദന എന്ന് പേരുള്ള ഒരു ഡോക്ടറെ ഹോസ്പിറ്റലിൽ കയറി കൊന്നപ്പോൾ ഓനും പറഞ്ഞിരുന്നത് എനിക്ക് മാനസിക രോഗം ഉണ്ടെന്നാണ്. ഒടുവിൽ കോടതി വിദഗ്ധ പരിശോധന നടത്തിയപ്പോൾ ഓർക്ക് മാനസിക രോഗമൊന്നുമില്ല, മാനപൂർവ്വം കൊന്നു കളഞ്ഞതാണെന്ന് കണ്ടെത്തി. ഓൻ്റെ വിചാരണ ഇപ്പോഴും ആരംഭിച്ചിട്ടില്ല. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് നടക്കുമ്പോൾ ആ ആളുകൾ അപ്പം പറയുന്നൊരു ഡയലോഗാണ് മാനസികാരോഗ്യം, എനിക്ക് മാനസിക രോഗിയാണ്, ഒരു നിലക്കും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ഈ കേസിൽ ഈ ഉമ്മാനെ കൊന്ന ആ ഒരു എന്താ പറയുക, ഓനൊരു മകൻ എന്ന് പറയാൻ പറ്റില്ല. ഇനിയിപ്പോൾ എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഉമ്മാനെ കൊല്ലുന്നിടത്തേക്ക് മനുഷ്യന്മാർ എത്തുന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ പരിഹാരം കാണേണ്ടത്. അപ്പോൾ അവനിപ്പോൾ മാനസിക രോഗിയാക്കി, അവനിപ്പോൾ ഇനി മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. ഇനി തെളിവെടുപ്പ് ഉണ്ടാവില്ല, അതൊക്കെ നീണ്ടു പോകും. ഏതായാലും ആ മരണപ്പെട്ടു പോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ, ഷഹീദിൻ്റെ കൂലി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ മക്കൾ ഈ രൂപത്തിൽ എത്തുന്നത് ലഹരി ഒരു കാരണമാണ്, ജീവിത രീതികളൊരു കാരണമാണ്. അതിൽ നിന്നൊക്കെയാണ് നമ്മൾ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തേണ്ടത്.